ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ഇന്ത്യ അതിന് പര്യാപ്തമായിരുന്നോ എന്ന് ചോദിച്ചാൽ വിശാലാർത്ഥത്തിൽ ഇല്ല എന്ന് പറയാവുന്നതാണ്. അതൊരു വസ്തുതയാണ്. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ജനാധിപത്യ ഭരണഘടന പോയിട്ട് ജനാധിപത്യത്തിന് പാകപ്പെട്ട ഒരു മണ്ണല്ല ഇന്ത്യ എന്ന് അദ്ദേഹം ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ പറയുന്നുണ്ട്. അംബേദ്കർ അന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്യം രസമുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ചാണകക്കൂനയ്ക്ക് മുകളിലാണ് ഇത് നമ്മൾ കെട്ടിപ്പോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അന്ന് ചാണകത്തിന് ഈ അർത്ഥമൊന്നും ഇല്ല, എങ്കിലും മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്, ഗൗഡങ്ങെന്ന് അദ്ദേഹം തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ഭരണഘടന വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ മറ്റ് പോരായ്മകളൊക്കെ, ഇപ്പോൾ 1,17,000 വാക്കുണ്ട്, മുഴുവൻ വായിച്ച ആളുകൾ വളരെ വളരെ കുറവായിരിക്കും, വായിച്ചാൽ മനസ്സിലാവാനും പ്രയാസമാണ്. പിന്നെ ചിലർ പറയുന്നത് പോലെ ഇത്രയേറെ കാര്യങ്ങൾ ഭരണഘടനയിൽ കുത്തിച്ചെലുത്തിയ ഒരു ഭരണഘടന ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇപ്പോൾ ഓസ്ട്രേലിയൻ ഭരണഘടനയോ മറ്റു കനേഡിയൻ ഭരണഘടനയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ഏതാണ്ട് ഒരു ചാപ്റ്ററിൽ തീരും. അത്രയും വലിപ്പേ മൊത്തത്തിലുള്ളൂ. ഇത് വായിച്ചാലും തീരില്ല, മനസ്സിലാവുകയില്ല എന്ന മട്ടിൽ വക്കീലന്മാരുടെ ഒരു സ്വർഗരാജ്യമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറ്. അതൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ വലിയ, ഇപ്പം ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാ രാജ്യങ്ങളുടെയും ചരിത്രം നോക്കിയാൽ ഒരു രാജ്യവും സ്വന്തം നിലയ്ക്ക് ഭരണഘടന ഉണ്ടാക്കിയില്ല. അത് പോണേക്ക് മുമ്പ് ഈ കൊളോണിയൽ ശക്തികൾ തൽക്കാലത്തേക്ക് ഒരു ഭരണ സംവിധാനത്തിന് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മളാകട്ടെ 3 കൊല്ലം, മാത്രമല്ല ആ 3 കൊല്ലം ആലോചിക്കണം, 946 ഡിസംബർ 9 മുതൽ 49 നവംബർ 26 വരെയുള്ള 3 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരിതങ്ങളുടെ നടുവിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്, രാജ്യം രണ്ടായിട്ട് പിളർന്നു, ഗാന്ധി കൊല്ലപ്പെട്ടു, ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയ ലഹള നടന്നു, ഇൻഡോ പാക് യുദ്ധത്തിലേക്ക് എത്തി. ഇതെല്ലാം നടക്കുമ്പോഴും അടിസ്ഥാന ജനാധിപത്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു ഭരണഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് അന്നത്തെ എല്ലാ പോരായ്മകളും നിൽക്കുക. ആ ഭരണഘടന ഭരിച്ചോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഭരിച്ചില്ല. അത് അംബേദ്കർ അവസാനം ചർച്ചയുടെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. 49 നവംബർ 25 കൺക്ലൂഷനിൽ അംബേദ്കർ പറയുന്ന ഒരു വാക്യം ഇതാണ്: നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു എ സിസ്റ്റം വെയർ വൺ മാൻ വൺ വോട്ട് ആൻഡ് വൺ വോട്ട് വൺ വാല്യൂ, ബട്ട് സ്റ്റിൽ വി ആർ ഫാർ അവേ ഫ്രം ക്രിയേറ്റിംഗ് എ സിസ്റ്റം വെയർ വൺ മാൻ വൺ വാല്യൂ. ഒരാൾക്ക് ഒരു വോട്ടും എല്ലാ വോട്ടിനും തുല്യ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തി. പക്ഷെ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുണ്ട് എന്നുള്ള വ്യവസ്ഥയിലേക്ക് ഒരുപാട് ദൂരം ബാക്കിയുണ്ട്. ആ ദൂരം കൂടിയെന്നല്ലാതെ കഴിഞ്ഞ 75 കൊല്ലം കൊണ്ട് കുറഞ്ഞതേയില്ല എന്നതാണ്. അതുകൊണ്ട് ഭരണഘടന ഇൻ ദ ലാർജർ സെൻസ് പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ അംബേദ്കർ തന്നെ 1953 രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇത് ഞാൻ തന്നെ കത്തിച്ചു കളയും എന്ന് മൂപ്പര് പറയുന്നത്. അതിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞതായിരിക്കും, എന്നാലും പറഞ്ഞിട്ടുണ്ട് പുള്ളി.